കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. അപ്പോൾ ഞാനത് ഇച്ചിരി എടുത്തിട്ട് നേരെ കാണിക്കാവേ കേട്ടോ. ഇത് വറ്റത്തല നല്ല തിളച്ചിരിക്കുക, നല്ല തിളച്ച് കയറി വരികയാണ്. അപ്പോൾ എന്ത് നല്ല കുട്ടപ്പനായിരിക്കുക കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആ കപ്പയും ആ ഗ്രേവിയും ഇതെല്ലാം കൂടെ വരുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നോ. എന്തായാലും ഒന്ന് കഴിക്കട്ടെ, എൻ്റെ വായിക്കാത്തോട്ട് കൊതി വന്നിട്ട് വയ്യ, ഒന്ന് കഴിച്ചിട്ട് കാര്യമുള്ളൂ. ആ കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കൊറിയൻ കാറ്റേ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, സ്നേഹം, സന്തോഷം. ഇന്ന് പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പരിപ്പെന്ന് പറയുന്ന സ്ഥലത്തെ 900 ചിറ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടുഡി പാർലറിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ഇത്തിരി ദുർഘടമാണ്, പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമാണെന്ന് പറയുന്നത് പോലെ അങ്ങനൊരു സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഈ ഒരു വഴി തടസ്സമേ അല്ല. എല്ലാവരും ഇതിലേക്കൂടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷം എന്താണെന്നുള്ളത് നമുക്കവിടെ ചെന്നിട്ട് പറയാം. രസകരമായ വ്യൂ ആണ്, നോക്കിക്കുക. അത് പോകുന്ന വഴിയിൽ ഒരു സൈഡ് നിറച്ചും മരങ്ങൾ, മറ്റൊരു സൈഡ് നിറച്ചിങ്ങനെ പാടം, ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുക. അതിമനോഹരമായ സ്ഥലം നോക്കി. നമ്മൾ അവിടുന്ന് ആകാംക്ഷയോടെ വന്ന നമ്മുടെ 900 ചിറ ഫാമിലി റെസ്റ്റോറൻറ്റും ടുഡി പാർലർ, അതിനെക്കാളും എന്തൊരു ബ്യൂട്ടി ആയിട്ടുള്ള വ്യൂ ആണ് നോക്കിയത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ പുറവശം എന്ന് പറഞ്ഞാൽ അങ്ങനെ നെല്ലിങ്ങനെ വിതച്ചിട്ട് ഇങ്ങനെ കിളുത്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് അകത്ത് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയണം. കാരണം വെച്ചാൽ ഒന്നാം ഫുഡുണ്ട്, നല്ല ഒന്നാം ചെത്തുകളിലുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിച്ച് വിശദമായിട്ട് അറിയാം. വാ. അപ്പം നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നല്ല ചേട്ടായിമാരെല്ലാം ഇച്ചിരി അപ്പം കഴിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം തിരക്കിലാണ്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസാണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റി ഫുഡുകളുണ്ടെന്നുള്ളത് നമുക്ക് നേരെ കിച്ചണിലേക്ക് ചെല്ലാം. എൻ്റെ കൂട്ടത്തിൽ പോരും. ബാ. അപ്പോൾ നമ്മൾ നമ്മുടെ 900 ചിറ ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ നമ്മൾ കിച്ചണിലാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ. പേരെങ്ങനെയാണ്? പേര് ആകാശ്. ഇത് എൻ്റെ പേര് അഭിലാഷ് ഏട്ടൻ, ഇവിടുത്തെ സ്റ്റാഫാണ്. ഇത് ദിലീപേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണ്. പിന്നെ ഉള്ളത് കിച്ചണിലുള്ള ആൾക്കാരാണ്. കിച്ചണിൽ 2 പേരുണ്ട് നമ്മുടെ ഷെഫുമാർ. അത് ഒന്ന് ഹരീഷ് ചേട്ടൻ, ഒന്ന് പ്ലസൻ ചേട്ടൻ. ഇവരാണ് ഈ ഫുഡ് ഒക്കെ എല്ലാം റെഡിയാക്കുന്നത്. പിന്നെ എന്തൊക്കെ ഫുഡുകളാണ് നമ്മുടെ കിച്ചണിൽ ഹരീഷ് ചേട്ടനും പ്ലസൻ ചേട്ടനും ഉണ്ടാക്കിയിരിക്കുന്നുള്ളത്, വെറൈറ്റീസ് എന്തൊക്കെയാണെന്നും നമുക്ക് അകത്ത് ചെന്ന് അവരോട് തന്നെ ചോദിക്കാം. എൻ്റെ പുറകെ പോരുവാ. അപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. വിഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് 2 പേരും കൂടെ. ചേട്ടാ, ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ് ചേട്ടാ? ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബോട്ടിയാണിത്. ഇത് മട്ടൻ്റെ ബോട്ടിയാണ്. അല്ല, ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം സാധനമാണിത്, മട്ടൻ ബോട്ടി. അടുത്തത് ഇത് ചേട്ടാ? ഇത് വറ്റത്തല നല്ല തിളച്ചിരിക്കുക, നല്ല തിളച്ച് കയറി വരികയാണ്. അപ്പോൾ എന്ത് നല്ല കുട്ടപ്പനായിരിക്കുക കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് വറ്റത്തല. അടുത്തത് താറാവ് മപ്പാസ്. നല്ല ഇടുക്കാച്ചി സാധനം കണ്ടോ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇടുക്ക സാധനം കേട്ടോ. ഇത് കേരക്കറി കണ്ട, കേരയുടെ തലയാണ്. അതിൻ്റെ പിന്നെ മീനും കൂടെയാണ്. പിന്നെ ഇത് രണ്ടും എത്തായിട്ടാ? ഇത് പോർക്കും ബീഫുമാണ്. പോർക്കും ഇത് ബീഫും രണ്ടും കറി ഫ്രഷ് ആയിട്ട്. പിന്നെ ബാക്കി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ പറയുന്നതാണ്. ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ്? ബാക്കിയൊക്കെ ലൈവായിട്ടാണ്. മീൻ ഐറ്റംസ് കരിമീൻ, വരാൽ, കൊഞ്ച്, മഞ്ഞപ്പൂരി, ഇങ്ങനെയുള്ള പള്ളത്തി, പൊടിമീൻ, ഇതെല്ലാം ലൈവായിട്ട് എന്തായാലും ഉണ്ടാക്കിയിടുന്നത് നമ്മുടെ ഓർഡർ അനുസരിച്ച്. അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ലൈവായിട്ട് ഇവിടുത്തെ മീൻ കഴിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം വെച്ചാൽ അവർ പ്രിപ്പയർ ചെയ്ത് നേരത്തെ വെച്ചിരിക്കുന്നതല്ല. ഇത് നമ്മൾ പറഞ്ഞ് ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ അവരവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്ത് വെട്ടി നല്ല വൃത്തിയാക്കി അടിപൊളിയായിട്ട് കറി വെച്ച് നമുക്ക് കൊണ്ട് തന്ന്
അതാണ് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അകത്തെ സകലമായ വിശേഷങ്ങൾ അറിഞ്ഞു. നമ്മുടെ അവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നും എന്തൊക്കെ തരം കറികളുണ്ടെന്നും അതൊക്കെ എങ്ങനെ സപ്ലൈ ചെയ്യുന്നു എന്നെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദിലീപേട്ടനെ വിളിക്കുന്നുണ്ട്. ദിലീപേട്ടാ, അപ്പോൾ എന്നൊക്കെ ഉണ്ട് ദിലീപേട്ട കഴിക്കാനുള്ളത്? കപ്പയുണ്ട്, അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, പന്നിയുണ്ട്, താറാവുണ്ട്, പൊടിമീനുണ്ട്, വരാലുണ്ട്, കാരിയുണ്ട്, കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, കൂന്തലുണ്ട്, കല്ലുമ്പക്കായുണ്ട്. ഓക്കെ 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 ഓക്കെ. എന്നാൽ എല്ലാം കുറേ ചെയ്യും പോരട്ടെ. ശരി. നല്ല കൊതിയുള്ള വിഭവങ്ങളാകുന്നതുകൊണ്ട് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി ആയിട്ട് ഓക്കെ. ശരി. വരാല് കറി നമ്മളെ അടുക്കളയിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇതേ സാധനങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓർഡർ അനുസരിച്ച് നമുക്കിത് കിട്ടുന്ന ഒരു വിഭവമാണ്. ബാക്കി ഇവിടെ എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ വരാല് കറി എന്ന് പറഞ്ഞാൽ ഈ കോട്ടയത്തുള്ള വരാല് കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുടംപുളി ഇട്ടത് വെക്കുന്നത്. ഇത് കുടംപുളി കണ്ട, ഈ കുടംപുളി ഇട്ട് വെച്ചാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവിനോടൊപ്പം തന്നെ നല്ല ഈ പുളിയും കൂടെ പിടിച്ച് കഴിയുമ്പോഴുള്ള ഒരു കഴിക്കാൻ ഭയങ്കര രുചിയാണ് സത്യം പറയും. പിന്നെ നമ്മുടെ പൊറോട്ട, പിന്നെ നമ്മുടെ കള്ളപ്പം. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കള്ളപ്പം നമ്മൾ ഷാപ്പിലായതുകൊണ്ട് ഒറിജിനൽ കള്ള് തന്നെ ഒഴിച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ് ഈ കള്ളപ്പം എന്ന് പറയുന്നത്. നല്ല ഒന്നാം തരം അപ്പമാണ്. പിന്നെ നമ്മുടെ വിഭവം, മെയിൻ വിഭവം നമ്മുടെ കപ്പ അടിപൊളി കിടക്കാച്ച് എല്ലാം വേവിച്ച് വെച്ചിരിക്കുക. ഇനി ബാക്കി കുരാണ്ട് ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടോ സൂപ്പർ മഞ്ഞക്കൂരി മപ്പാസ് അടിപൊളി. കണ്ട, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞില്ലേ കരിമീൻ പൊള്ളിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ എല്ലാം സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അത് ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ അനുസരിച്ച് കിട്ടിയാൽ നല്ല ഒന്നാമതും വാഴയിലയിൽ മുരിച്ചെടുത്ത കരിമീൻ. ഇതിനകത്ത് ഈ വാഴയില പൊരിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു ഗ്രേവി പോലും പുറത്ത് പോകാതെ അതിനകത്ത് തന്നെ ഇരിക്കും. അപ്പം ആ ടേസ്റ്റൊക്കെ അതിനകത്ത് തന്നെ കാണും. ആ എരിവും പുളിയൊക്കെ അതിനോടുകൂടി തന്നെ കാണും. കണ്ടോ, കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. ഇത് നമ്മുടെ കൂരി, മഞ്ഞക്കൂരി മപ്പാസ. അതായത് നമ്മുടെ മുളകിട്ട വെച്ച അല്ല, മപ്പാസ നല്ലാതെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ഒന്നാന്തരമായിട്ട് മപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണിപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ദിലീപേട്ടാ, അടുത്ത ഐറ്റം വേണ്ട വന്നു. താറാവ് മപ്പാസ് കണ്ടോ, താറാവ് മപ്പാസ്, പൊടിമീൻ ഫ്രൈ, ഇതെല്ലാം ലൈവ് അല്ലേ ദിലീപേട്ടാ? കൂന്തൽ ഫ്രൈ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനിയുള്ള വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബീഫ് ഫ്രൈ കണ്ടാ, പോർക്ക് ഫ്രൈ കണ്ടാ. ഇത് നമ്മൾ അടുക്കള വെച്ച് പരിചയപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. അതിനാണ് ദിലീപേട്ട നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. കണ്ടോ, പൂച്ച വന്നിട്ടുണ്ട്. എടാ തരാം, ഞാൻ ഒന്ന് കഴിച്ച് ഇവരോട് ഇതിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് തരും. അവിടെ നിൽക്കേ. പിന്നുള്ളത് തലക്കറിയാണ്. പിന്നെ തലക്കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കറി വെച്ച് കുറേ നേരം നമ്മൾ ഇരിക്കണം, ആ ചട്ടിക്കകത്തിരിക്കണം. എന്നാലേ അതിനകത്തോട്ട് ആ തലയ്ക്കകത്തോട്ട് ആ എരിവും പുളിയും എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ ആ ചെകളെ ഇങ്ങനെ പൊളിച്ച് അതെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ രുചിയായിരിക്കും എന്നറിയാം. കാരണം വെച്ചാൽ ആ പുളിയും ആ ഈ മുളകും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തലക്കറി നമ്മൾ കണ്ടതാണ്. അപ്പോൾ തലക്കറി അതെല്ലാം അവിടെ പ്രിപ്പയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇനിയിപ്പം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് അപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമീനാണ്. കരിമീൻ ഇലയ്ക്കകത്ത് പൊള്ളിച്ചത്. അത് നമുക്കെന്ന് ടേസ്റ്റ് ചെയ്യാൻ ആദ്യം കാണിക്കും കേട്ടോ. അത് ഇതിൻ്റെ അകത്തെല്ലാം ഗ്രേവിയൊക്കെ ഇങ്ങനെ അതേ പറ്റിയിരിക്കുക. അപ്പോൾ ഞാനത് ഇച്ചിരി എടുത്തിട്ട് നേരെ കാണിക്കാവേ കേട്ടോ. ഈയുടെ അടിപൊളി നല്ല വെന്തിട്ടുണ്ടല്ലോ. ആ ഈ എരിവൊക്കെ പിടിച്ചിട്ട് നല്ല ഇതുണ്ട്. ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല കളർ കാണുമ്പോൾ തന്നെ അറിയാം അത് ശരിക്കും ആ ദശയ്ക്കകത്ത് മസാല പിടിച്ചിട്ട്. എന്തായാലും ഒന്ന് കഴിക്കട്ടെ. എൻ്റെ വായിക്കകത്തോട്ട് കൊതി വന്നിട്ട് വയ്യ. ഒന്ന് കഴിച്ചിട്ടൊരു കാര്യമുള്ളൂ. ഇത് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ മസാലയൊക്കെ ഈ വാഴയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രുചി എന്ന് പറയുന്നത്. ആ ഇതുണ്ടോ നമുക്ക് അത് ചെറുതായി ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് അതിനകത്ത് തക്കാളിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ തക്കാളിയുടെ ആ രുചി എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സൂപ്പറായി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരാലും കപ്പയും പക്ക കോമ്പിനേഷനാണ്. വരാലെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുളകും ഇതെല്ലാം കൂടെ നീട്ടി അരച്ച് നല്ല പരുവത്തിലാക്കി വെച്ചിരിക്കുക. അപ്പം നമുക്കതൊന്ന് കപ്പയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആദ്യം ഇച്ചിരി ഗ്രേവി ഞാൻ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ലേശം ഗ്രേവി
കുഴമ്പ് പരുവത്തിലുള്ള ഗ്രേവി, നല്ല പുളിയൊക്കെ പിടിച്ചിട്ടേ ഇതിനകത്തുനിന്ന് നല്ല നടുഭാഗത്തുനിന്ന് എൻ്റെ ദൈവമേ, ഇത് നല്ല പശുപശാന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വെന്തിട്ടേ. ഒയ്യോ, ഇത് കണ്ടോ, കണ്ടാ, ഇതെല്ലാം ഇതിൻ്റെ എരിവൊക്കെ പിടിച്ചിട്ടേ നല്ല മുളകും അതിനകത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് ലേശം കപ്പ എങ്ങനെ എടുക്കുക. ആ കപ്പയും ആ ഗ്രേവിയും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, കണ്ട രുചി കാരണം കഴിക്കാതിരിക്കാനും പറ്റത്തില്ല, അത്രയ്ക്കും ഭയങ്കരം. പിന്നെ ഒരു പ്രത്യേകത, ഇതിൻ്റെ രുചി അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ നേരെ പരിപ്പ്, കോട്ടയം പരിപ്പ് 900 ചിറ ഷാപ്പിൽ വരിക. അടിപൊളിയായിട്ടുള്ള വിഭവങ്ങൾ കഴിച്ചിട്ട് പോകും കേട്ടോ, സൂപ്പറാണ്. ഞാനിപ്പോൾ 2 ആയിട്ടുള്ളേ, നിങ്ങൾ കിടക്കുക ചൂടെ കപ്പ കഴിക്കട്ടെ. അടുത്തത് മഞ്ഞക്കൂരി, കണ്ട മഞ്ഞക്കൂരി എന്ന് പറഞ്ഞിട്ട് അത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ അത് പ്രത്യേക അഴകാണ്, കണ്ട അത് നല്ലതായിട്ട് മപ്പാസ് വെച്ചിരിക്കുക കേട്ടോ. ഇത് മുളകരച്ചാലേ ഇത് നല്ല മപ്പാസാണ് കണ്ടോ. മപ്പാസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് ഈ കപ്പയുടെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല രസമായിരിക്കും, അടിപൊളി. കണ്ടോ ഈ കുഴഞ്ഞ് പരുവത്തിൽ വരുമ്പം ഇത് ലേശം ഇതിൻ്റെ നടുഭാഗത്തുനിന്ന് കണ്ടോ, സൂപ്പറാണ്. ഈ അടിപൊളി കണ്ടോ. ഇച്ചിരി കപ്പയും കൂടെ എടുത്തിട്ട് ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കട്ടെ. അത് ഞാൻ മപ്പാസിൻ്റെ ഒരു പ്രത്യേകത തേങ്ങാപ്പാലാണ് അതിൻ്റെ ഏറ്റവും നമ്പർ 1 ടേസ്റ്റ്. അത് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ കടുക് വറുത്തതും ഈ മുളകും ഇങ്ങനെ ഇച്ചിരി ഇതിൻ്റെ വാലിന് ഭാഗത്തൊന്ന് ഇച്ചിരി എടുക്കുക. നല്ല കണ്ടാ, അടിപൊളി. കോട്ടയംകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുമരകം പഞ്ചായത്താണ്. അപ്പോൾ ഒരു പടിഞ്ഞാറൻ ടച്ച് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും കോമ്പിനേഷനുള്ള വിഭവം എന്ന് പറയുന്നത് അപ്പവും നമ്മുടെ താറാവ് മപ്പാസുമാണ്. അടിപൊളിയല്ലേ. ഇത് നേരെ ഇങ്ങോട്ട് ഇച്ചിരി ഒഴിക്കുക. അതിന് നല്ല ഗ്രേവി ഉണ്ട്, എല്ലാം കൂടെ കുഴമ്പ് പരുവത്തിലുള്ളൊരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവിയും നല്ലതായിട്ട് ഒഴിക്കുക. കണ്ടോ, താറാവിൻ്റെ ഒരു ഇറച്ചിയുടെ ഒരു പ്രത്യേകത ഇതാണ്, നല്ല ചുമന്നിരിക്കും. അതും ഇതും കൂടെ അങ്ങോട്ട് എടുക്കുക. ഇങ്ങോട്ട് കള്ളം പിടിച്ച് വെച്ചിരിക്കുക അവിടെ കേട്ടോ. ഒന്നും പറയാനില്ല എൻ്റെ അമ്മ. ഇങ്ങനെ ഇത് ഭയങ്കര കേട്ടോ, ഇത് രുചി അപാരം തന്നെ, അപാര രുചിയാണ് കേട്ടോ. കണ്ടോ, ഒന്നും പറയാനില്ല, കഴിക്കാൻ തോന്നുക. നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി കഴിക്കുക, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കഴിപ്പ് നിർത്താൻ തോന്നുന്നത്. ഇതിൻ്റെ ഒരു എല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നല്ല കറുമുറാന്ന് കടിച്ച് തിന്നാൻ പറ്റുന്നതാണ് ഈ താറാവിൻ്റെ എല്ല്. ആയിട്ട് സൂപ്പർ. പിന്നുള്ള വിഭവം എന്ന് പറയുന്നത് കൂന്തൽ ഫ്രൈ ഉണ്ട്. കൂന്തൽ ഫ്രൈ നമുക്ക് നമ്മുടെ കണവ എന്ന് പറയും. അവിടെ ഒഗ്ഗനായിട്ട് മുളകൊക്കെ പിടിച്ച് അടിച്ച് പൊളി, നല്ല ക്രിസ്പി. ഈ BDF പോലെ നല്ല ബീഫ് ഡ്രൈ ഫ്രൈ അതുപോലെ നല്ല മൊരിഞ്ഞിരിക്കും, നല്ല സുഖം, നല്ല ടേസ്റ്റ്, അടിപൊളി. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടാവും, തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അടുത്തെന്ന് പറഞ്ഞല്ലോ നമ്മുടെ പൊടിമീൻ. പൊടിമീൻ എന്ന് പറഞ്ഞാൽ ഷാപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കിട്ടുന്നതാണ്. മുൻപ് ഏറ്റവും നല്ല എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ വറുത്തൊക്കെ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിഫുള്ളാണ്. കണ്ടോ, കഴിക്കും. നമ്മുടെ കൂന്തൽ പോലെ തന്നെ നല്ല മുരിഞ്ഞിട്ട് അതിൽ കൂട്ടത്തിൽ ഈ സവോളയും കൂടെ നമ്മൾ കഴിച്ചാൽ ലെവലൊന്നും വേറെ തന്നെ അടിപൊളിയാകും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പോർക്കാണ്, നമ്മുടെ പോർക്ക് ഫ്രൈ. കേട്ടാ, പോർക്കിൻ്റെ നെയ്യാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള സാധനം. കേട്ടാ, പിന്നെ നമ്മുടെ കോട്ടയംകാരെ അച്ചായന്മാരും അച്ചായത്തികളൊക്കെ ഉണ്ടാക്കുന്ന
അതുപോലത്തെ ബീഫ് ഫ്രൈ ആണ് ഇരിക്കുന്നത്. കോട്ടയംകാട് സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, കിടുവല്ലേ? കോട്ടയംകാട് ബീഫ് ഫ്രൈ. അങ്ങനെ നല്ല രുചികരമായ ഭക്ഷണമാണ് നമ്മുടെ 900 ചിറ ഷാപ്പിലുള്ളത്. അപ്പം ഞങ്ങളുടെ ഓരോ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ അവരൊക്കെ ആയിട്ട് കൂട്ടത്തിൽ ഇരുന്ന് ഞാൻ ഒരു അടിച്ചുപൊളി പാട്ടുണ്ടല്ലേ, ഒരു പാട്ട് പാടാതെ എന്തോ ആഘോഷം എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഒരു ഹാപ്പി ഓണം പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളൊരു അടിച്ചുപൊളി പാട്ടോടുകൂടി ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? റെഡിയാണോ എല്ലാവരും? ഓക്കെ. ഞാനും എൻ്റെ അളിയനും കൂടെ തൊട്ടുപരമ്പ് പോകുമ്പോൾ തൊട്ടുപരമ്പത്തൊരു ജനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോ ചെറുപടി പോലെ കുറുപടി കൊണ്ട് നമ്മോസ് വന്നേ. ഞാനും എൻ്റെ അളിയനും കൂടി തൊട്ടുപരമ്പ് പോകുമ്പോൾ തൊട്ടുപരമ്പത്തൊരു ജനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് നമ്മോസ് വന്നേ. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ 900 ചിറയിലെ ഷാപ്പിലെ നമ്മുടെ അതിൻ്റെ ഓണറായിട്ടുള്ള ആകാശിനും അതുകൂടാതെ തന്നെ അതിനകത്ത് എല്ലാ അവിടുത്തെ തൊഴിലാളികൾക്കും അവിടുത്തെ ചേട്ടന്മാർക്കും എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറാതിരിക്കരുത്. ഇവിടെ വരിക, അതിസുന്ദരമായ അതിരുചികരമായ ഭക്ഷണം നിങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് അടിക്കുക, കമൻസ്. നിങ്ങളുടെ കമൻസ് ആണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ചവിട്ടുപിടി. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവണ്ണെ കോയിലാളെ തെറ്റിത്താറാതെയ്തു കൊട്ടു വേണം കൂടൽ വേണം പുരവ വേണം. ഓ